വട്ടപ്പാറ മരുതൂരിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പേരൂർക്കട കെഎസ്ആർടിസി ഡിപ്പോയിലെ സിറ്റി ഫാസ്റ്റും ചടയമംഗലം ഡിപ്പോയിലെ കെഎസ്ആർടിസി വേണാട് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വട്ടപ്പാറ മരുതൂർ പാലത്തിന് സമീപം പെട്ടെന്ന് തിരിഞ്ഞ ബൈക്ക് അപകടത്തിൽപ്പെടാതിരിക്കാൻ മുന്നേ പോയ ബസ് ബ്രേക്കിട്ടു. തുടർന്ന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 30ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതൊരു ബൈക്കാരൻ വന്നത് ഇടിച്ചതാണ്. ബൈക്കാരൻ്റെ സൈഡ് കൊടുത്തത് ആണ് സംഭവിച്ചത്. ഒരു 10-30 പേരൊക്കെ പരിക്കുന്നു. ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. വളവാണ് പ്രശ്നം. വളവ് തിരിഞ്ഞു വരുമ്പോൾ ഉള്ള അപകടത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഹനങ്ങളുടെ അമിത വേഗതയല്ല, അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് RTO ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇതിന് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ അപകടം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പാലം വീതിയില്ല. 2 ബസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ആൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമില്ല. ഇതിനൊക്കെ വന്നതാണ് പ്രശ്നമായത്. ഇപ്പോൾ ഒരു ബസ് പോയി എതിരെ ബസ് വന്നപ്പോൾ അത് വരാൻ വേണ്ടി ചവിട്ടി ബാക്കിൽ വന്ന ബസ് വന്നത് മിക്ക ദിവസവും ഉണ്ട്. ഒരിക്കൽ ഒരു ബസ് മറിയാനായിട്ട് പാതി അപ്പുറത്ത് പോയി പാലം കൈവരി എടുത്തിട്ട് ഇപ്പോൾ 2ാമത് കെട്ടിയതാണ്. ഹോട്ടലുണ്ട്, 2ാമത് പണി ചെയ്തതാണ്. അത് ആ കൈവരി 2ാമത് വെച്ച് കെട്ടിയതാണ്. ദൂരേന്നൊക്കെ ആദ്യമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കില്ല. ഇവിടെ സ്ഥിരം പോകുന്ന വണ്ടിക്കാർക്ക് അറിയാം. ബാക്കി ദൂരെ നിന്ന് ലോങ് ഒക്കെ പോയിട്ട് വരുന്നവരൊന്നും അറിയില്ല. അവിടുന്ന് ആ വളവും കൂടെയല്ലേ, വളവ് കഴിഞ്ഞ് വരുമ്പോഴാണ് പെട്ടെന്ന് പാലം കാണുന്നത്. പൊതുവെ നല്ല വീതിയുള്ള റോഡിൽ മരുതൂർ എത്തുമ്പോൾ വീതി കുറയും. മാത്രമല്ല, കൊടും വളവുകളും ഇറക്കവുമാകുമ്പോൾ അപകട സാധ്യത ഇരട്ടിയാകും. ഇതുതന്നെയായിരുന്നു ഈ അപകടത്തിനും കാരണം.